ഖബറിലെ അദാബ് നമുക്ക് മാറ്റിത്തരാൻ ആർക്കാണ് സാധിക്കുക? റബ്ബിനാണ് സാധിക്കുക, അള്ളാഹുവിനാണ് സാധിക്കുക. അവിടുന്ന് അതിന്റെ അപ്പുറത്തേക്ക് മരണത്തിന്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് ചൊല്ലണമെങ്കിൽ അവിടെ ആർക്കാണ് സാധിക്കുക? അള്ളാഹുവിന് മാത്രമേ അതിന് തൗഫീഖ് നൽകാൻ സാധിക്കുള്ളൂ. ഇനി മരണത്തിന്റെ സമയത്ത് ഒരാൾ പറയാൻ എനിക്ക് കുറച്ചുകൂടി സമയം വേണം എന്ന് പറഞ്ഞാൽ അതിന്റെ മറുപടി എന്താണ്? ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊരു വാക്ക് മാത്രമാണ്, അവനതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഒരിക്കലും ഉത്തരം നൽകപ്പെടുകയില്ല. ഖുർആനിന്റെ വചനമാണ്, ഖുർആനിന്റെ വാക്കാണ്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അള്ളാഹു നിശ്ചയിച്ച അവധി വന്നെത്തിയാൽ ആ അവധിയിൽ നിന്നൊരു സെക്കൻഡ് പോലും നമ്മെ കൈപിടിച്ച് നീട്ടാൻ ഒരു ശക്തിക്കും വ്യക്തിക്കും സാധ്യമല്ല എന്നത് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്, പരിശുദ്ധ ഖുർആനിന്റെ നസ്സാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മാലക്കിതാബ് നിങ്ങളൊന്ന് മരിച്ചു നോക്കുക. ഈ പറയുന്ന ജീലാനി തങ്ങളെ കുറിച്ച് പറയുന്ന മാലക്കഥകൾ നിങ്ങളൊന്ന് മറിച്ചു നോക്കുക. ആ മാലക്കഥകളിൽ ഈ ജീലാനി തങ്ങളുടെ ഒരു മുരീദത മരണപ്പെടുകയാണ്. എന്നിട്ട് ആ മുരീദിന്റെ റൂഹുമായി മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തേക്ക് കയറി പോകുമ്പോ ശൈഖ് തങ്ങൾ പിന്നാലെ പിന്തുടർന്ന് പോയിട്ട് ചോദിക്കുകയാണ്, എന്റെ അനുവാദമില്ലാതെ എന്റെ മുരീദിന്റെ റൂഹ് പിടിക്കാൻ നിന്നോടാരാണ് പറഞ്ഞത്? മലക്കുൽ മൗത്തിന്റെ മറുപടി, അള്ളാഹ് നിശ്ചയിച്ച അവധിയെത്തിയിട്ടാണ് ഞാൻ റൂഹ് പിടിച്ചത്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. ആ റബ്ബിന്റെ കൽപ്പനയും മറികടന്നുകൊണ്ടതാ ശൈഖ് ഈ പറയുന്ന മലക്കുൽ മൗത്തിനോട് പറയുന്നു, എങ്കിൽ എന്റെ മുരീദിന്റെ റൂഹ് എനിക്ക് തിരിച്ചു പോകണം, അല്ലാതെ ഞാൻ മടങ്ങിപ്പോകുന്ന പ്രശ്നമില്ല. മലക്കുൽ മൗത്ത് കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. അവസാനം റൂഹ് പിടിച്ചു കൊണ്ടുപോകുന്ന ആ കൊട്ടയങ്ങ് തട്ടിയിട്ടു എന്നാണ്. അതിൽ അന്ന് പിടിച്ച റൂഹുകൾ മുഴുവൻ സ്വതന്ത്രമായി, അന്ന് മരിച്ചുപോയ ആളുകൾ മുഴുവൻ പുനർജീവിച്ചു എന്നാണ് കഥ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. എത്ര ധിക്കാരത്തിന്റെ, എത്ര അഹങ്കാരത്തിന്റെ, എത്ര നിഷേധത്തിന്റെ, എത്ര വലിയ അപകടത്തിന്റെ വാദമാണ്, വചനമാണ് ഈ പറയുന്നത്. ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ടല്ലേ സാധാരണ ജനങ്ങൾ പാടി പറയുന്നത്? ഇതൊക്കെ വിശ്വസിക്കാൻ വേണ്ടിയല്ലേ പുരോഹിത വർഗങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. മരണത്തെ കൊണ്ട് ഏൽപ്പിച്ച മലക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുക, എന്നിട്ട് റബ്ബിന്റെ കൽപ്പനയെ മറികടന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഖദറിനെ മറികടന്നുകൊണ്ട് ആ റൂഹിനെ തിരിച്ചു കൊടുക്കാൻ ഒരു വലിയന് കഴിയുക എന്ന് പറഞ്ഞാൽ, ഈ കഥകൾ കേൾക്കുന്ന, ഈ കഥകൾ വായിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ രോഗവും പ്രയാസവും മാറിക്കിട്ടാൻ അവൻ അള്ളാഹുവിനെ വിളിക്കുമോ? അതല്ല ജീലാനി തങ്ങളെ വിളിക്കുമോ? ദീർഘായുസ് ലഭിക്കാൻ അവൻ റബ്ബിനോട് പ്രാർത്ഥിക്കുമോ? അതല്ല ജീലാനി തങ്ങളോട് പ്രാർത്ഥിക്കുമോ? മരണവുമായി മല്ലിട്ട് കിടക്കുന്ന മാതാപിതാക്കളെ രക്ഷിക്കാൻ വേണ്ടി വിളിക്കുമ്പോ അവൻ അള്ളാഹുവിനെ വിളിക്കുമോ? ജീലാനി തങ്ങളെ വിളിക്കുമോ? അള്ളാഹുവിന്റെ ഖദർ മറികടന്നുകൊണ്ട് ഒരു മനുഷ്യരെ രക്ഷിക്കാൻ ജീലാനി തങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ജീലാനി തങ്ങളെ അവലംബിക്കാനല്ലേ സാധാരണക്കാരായ ആളുകൾ മുതിരുക. അത് തന്നെയാണ് പുരോഹിത വർഗത്തിന്റെ ലക്ഷ്യവും, അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവരെങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്, പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നത്. മരണത്തിന്റെ സമയത്ത് പോലും അള്ളാന്റെ കൽപ്പനയ്ക്ക് വില കൽപ്പിക്കാതെ ആ റബ്ബിന്റെ കൽപ്പനയെ മറികടക്കാനുള്ള പ്രോട്ടോകോളുള്ള വലിയമാരെ കുറിച്ചാണ് മാലക്കിതാബുകളും പാളക്കിതാബുകളും നമുക്ക് പഠിപ്പിച്ചിരുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ആർക്കും മറികടക്കാൻ കഴിയാത്ത രാജാതിരാജനായ പരമാധികാരിയായ ജല്ല ജലാലായ റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഇനി ഖബറിലെ ശിക്ഷയെ കുറിച്ചോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുവേ ഖബറിലെ അദാബിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനും ഈ ജാതി ആളുകൾ പരിഹാരം കൊടുത്തിട്ടുണ്ട് എന്നതാണ് സത്യം. ഞാൻ ഈ അടുത്ത് കേട്ട ഒരു വലിയ കറാമത്ത് കഥയാണ്. ശൈഖന്മാരുടെ പേരുകൾ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല, അതിന്റെ മുരീദുകൾക്ക് കൃത്യമായി നമ്മളതിന്റെ മുരീദുകളല്ലാത്തോണ്ട് ഓർമ്മിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. എന്താണ് ഒരു വലിയ ഷെയ്ഖിനെ കുറിച്ചാണ്. ആ ഷെയ്ഖിന്റെ മുരീദായി കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല, ഖബറിൽ ചോദ്യം ഉണ്ടാവില്ല. അപ്പൊ വേറൊരു വലിയ ഇതിങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ആലോചിക്കാണ്, ഖബറിലെ ശിക്ഷയ്ക്ക് എങ്ങനെയായിരിക്കും ഈ ഷെയ്ഖ് ഇങ്ങനെ ആലോചിക്കുക, ഇതിങ്ങനെ തടയുക. ഖബറിലെ ശിക്ഷ ഒഴിവാക്കാൻ ഈ ഷെയ്ഖിന് എങ്ങനെയാണ് പറ്റുക? അങ്ങനെ ഈ സംശയം രണ്ടാളും വലിയാണ്. ഒരു വലിയന്റെ മുരീദായി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ നേട്ടം, എന്താണ് അതിന്റെ ബെനിഫിറ്റ്, എന്താണ്? ഖബറിലെ ശിക്ഷ ഉണ്ടാവില്ല, ഖബറിലെ ചോദ്യം ഉണ്ടാവില്ല. മറ്റേ വലിയന് ഇത് കേട്ടപ്പോ ഒരു സംശയം, എന്താണ് ഈ ഖബറിലെ ശിക്ഷക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുക? അതൊക്കെ അള്ളാന്റെ അധികാരത്തിൽ മാത്രമുള്ള വിഷയല്ലേ. അങ്ങനെ ഈ സംശയം ഇങ്ങനെ നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പറയുന്ന വലിയന്റെ ഒരു മുരീദ് മരിക്കുന്നത്. അങ്ങനെ മരിച്ച് ഖബറടക്കി കഴിഞ്ഞപ്പോ ഈ പറയുന്ന സംശയമുള്ള വലിയ എന്ത് ചെയ്തു?
ആ ഖബറിന്റെ കുറച്ച് ദൂരെ നിന്നിട്ട് ആ ഖബറിലേക്ക് നോക്കി. ഖബറിലേക്ക് നോക്കുന്ന എന്തിനാണ്? അതിന്റെ ഉള്ളിൽ നടക്കുന്ന സംഗതികൾ മൂപ്പർക്ക് കാണാം, ഈ വലിയനെ കാണാം. അങ്ങനെ അതിങ്ങനെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാൻ. അപ്പൊ നോക്കി നിൽക്കുമ്പോ ആളുകളൊക്കെ പോയി, അവസാനത്തെ ആളും പിരിഞ്ഞു പോയി. വലിയ ഇങ്ങനെ കുറച്ച് ദൂരം മാറിയിട്ട് ഖബറിന്റെ അടിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ. ഉള്ളിൽ നടക്കുന്ന സംഗതികൾ അതാ മലക്കുൽ മുൻകർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാം വരുന്നു. എന്നിട്ട് ഈ മനുഷ്യനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ചോദ്യം ചോദിക്കേണ്ട നിമിഷം, ചോദ്യം ചോദിക്കേണ്ട സെക്കൻഡിൽ വെള്ള താടിയുള്ള, നീള താടിയുള്ള ഈ പറയുന്ന ഷെയ്ഖ്, ആ ഷെയ്ഖിന്റെ മുഖം ഈ മലക്കുകളുടെയും ഈ മനുഷ്യന്റെയും ഇടയിൽ പ്രത്യക്ഷപ്പെടുന്നു. മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോ റബ്ബി അല്ലാഹ് എന്ന് ഈ ഷെയ്ഖ് മറുപടി പറയാണ്. മുരീദ് മറുപടി പറയണില്ല, ഷെയ്ഖാണ് മറുപടി പറയുന്നത്. ഷെയ്ഖാണെങ്കിൽ മരിച്ചിട്ടില്ല, ഇപ്പൊ ഷെയ്ഖാണ് ഈ മറുപടി പറയുന്നത്. അപ്പൊ മുൻകർ നക്കീർ പറഞ്ഞു, ചോദ്യം നിങ്ങളോടല്ല, അയാളോടാണ്. നിങ്ങൾ എന്തിനാണ് ഉത്തരം പറയുന്നത്? അപ്പോ ഈ ഷെയ്ഖ് പറയാണ്, എന്റെ താടി നരച്ചത് എന്തുകൊണ്ടാണെന്ന് നീ നിന്റെ റബ്ബിനോട് പോയിട്ടൊന്ന് ചോദിച്ചിട്ട് വാ. മഅദല്ലാഹ്. ഇതൊക്കെ ജനങ്ങൾക്ക് പരസ്യമായി പറഞ്ഞു കൊടുക്കുന്ന കഥകളാണ്. എന്റെ താടി നരച്ചത് എന്തുകൊണ്ടാണെന്ന് നീ നിന്റെ റബ്ബിനോടൊന്ന് പോയി ചോദിച്ചിട്ട് വാന്നാ പറയണത്. അങ്ങനെ ഈ രണ്ട് മലക്കുകളാകെ ബേജാറായി, ആകെ അങ്കലാപ്പിലായിട്ട് പോവാണ് പടച്ചോന്റെ അടുത്തേക്ക്. എന്നിട്ട് പറയാണ്, പടച്ചോൻ ഇതുവരെ ഇല്ലാത്തൊരു സംഗതി, ഒരാളെ മരിച്ചിട്ട് ചോദ്യം ചോദിക്കാൻ പോയതാണ്, ഉത്തരം പറയണത് വേറൊരാള് വന്നിട്ടാണ്. നിങ്ങൾ തിരിച്ചു പറഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ എന്റെ താടി നരച്ചെന്തിനാണെന്ന് പടച്ചോനോട് ചോദിച്ചിട്ട് വാന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അയാളോട് ചോദിക്കണ്ട, നിങ്ങൾ ആ ഖബറാളിയോട് ചോദിക്കേണ്ട. ആ ഷെയ്ഖിനെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പാടില്ല എന്നിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് അവിടുന്ന് കഴിച്ചിലായിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മുൻകർ നക്കീർ വന്നിട്ട് ആ ഖബറിൽ വന്നിട്ട് ഈ ഷെയ്ഖിനോട് പറയാണ്, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചതിൽ സോറി പറയുന്നു, ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞിട്ട് ഈ മുൻകർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാം പോവാണ്. ഇത് കഥയാണ് പച്ചയായി. എന്നിട്ട് ഈ കേൾക്കുന്ന ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആളുകളെ, നിങ്ങൾക്ക് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ഈ ഷെയ്ഖിന്റെ മുരീദാവുക. ഈ ഷെയ്ഖിന്റെ അനുയായിത്വം നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഖബറിലെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് പറയേണ്ടതില്ല. എനിക്ക് പരിചയമുള്ള 80 വയസ്സ് മരണപ്പെട്ടു. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു. 80 വയസ്സുള്ളൊരു മനുഷ്യൻ, പടുവൃദ്ധനായ ഒരു മനുഷ്യൻ, മരണത്തെ കാത്തുകിടക്കുന്ന ഒരുപാട് രോഗങ്ങളൊരു മനുഷ്യൻ. ആ മനുഷ്യന്റെ തലയിനയുടെ അടിയിൽ എപ്പോഴും ഒരു കടലാസ് ഉണ്ടാകുമായിരുന്നു. ആ കടലാസ് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് വലിയ തുക കൊടുത്ത് വാങ്ങിച്ചതാണ്. എന്താണ് ആ കടലാസിൽ? ഒരു വലിയന്റെ എഴുത്താണ്. എന്താണ് എഴുതിയിരിക്കുന്നത്? ഹാദാ റജുലുൻ സ്വാലിഹ് ഫലാ യുസ്അൽ. ഇതൊരു സ്വാലിഹായ മനുഷ്യനാണ്, ഇവനോട് ചോദ്യം ചോദിക്കാൻ പാടില്ല. എഴുതിയിട്ട് ഒപ്പിട്ടിരിക്കുകയാണ്, കയ്യൊപ്പിട്ടിരിക്കുകയാണ്. ഏതോ ഒരു വലിയന്റെ എഴുത്താണ്, ഏതോ ഒരു വലിയന്റെ കത്താണ്. ആ ഈ പാവത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് എന്താണ്? നീ ഖബറിൽ കിടക്കുമ്പോ നിന്റെ തലയുടെ ഭാഗത്ത് ഈ കടലാസ് വെച്ച് കഴിഞ്ഞാൽ മുൻകർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാം ചോദ്യം ചോദിക്കാൻ നിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കടലാസ് എടുത്തവരൊന്ന് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദ്യമില്ല, പിന്നെ ശിക്ഷയില്ല, പിന്നെ അദാബില്ല, നിനക്കൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, അതും വിശ്വസിച്ചുകൊണ്ട് മരണം വരെ, മരണത്തിന്റെ ഏതാനും വർഷങ്ങൾ മുമ്പ് വരെ, ഹിദായത്ത് ലഭിക്കുന്നത് വരെ, കണ്ണ് തുറപ്പിക്കുന്നത് വരെ ആ മനുഷ്യൻ ഈ കീറിപ്പറഞ്ഞ പഴയ കടലാസ് താൻ പണം കൊടുത്തു വാങ്ങിച്ച് ഈ കടലാസ് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി കാത്തു സൂക്ഷിക്കുകയാണ്. ഇത്തരത്തിൽ എന്തെല്ലാം ചൂഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. നരകത്തിൽ നിന്ന് വരെ രക്ഷിക്കാൻ വലിയകൾക്ക് കഴിയുമെന്താണ്? എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. ഇതും ജീലാനി തങ്ങളെ കുറിച്ചുള്ള ആരോപണമാണ്. എന്റെ മുരീദുകളാരും നരകത്തിലില്ല, എന്റെ അനുയായിത്വം സ്വീകരിച്ചവരാരും നരകത്തിലില്ല എന്ന് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? നരകത്തിനെ കാക്കുന്ന മലക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. നരകത്തിന്റെ കാവൽമാലാകയായ മലക്കാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. മാദല്ലാ, എത്ര വലിയ അബദ്ധമാണ് പ്രിയപ്പെട്ടവരെ, എത്ര വലിയ അപകടമാണ് ഈ പഠിപ്പിച്ചു കൊടുക്കുന്നത്, പാടിക്കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ മതിയാകും, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ മതിയാകും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ മതിയാകും, സ്വർഗത്തിലേക്ക് കയറാൻ വലിയ മതിയാകും, വലിയ മതിയാകും. രോഗം മാറാൻ, കടം തീരാൻ, വീടുണ്ടാകാൻ, മക്കളുണ്ടാവാൻ, മനുഷ്യ ജീവിതത്തിന്റെ എന്തൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ടോ ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറ്റാൻ അല്ല വേണ്ട, പടച്ച റബ്ബ് വേണ്ട, പകരം വലിയകൾ മതി എന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഏത് പ്രതിസന്ധിക്കും, ഏത് ചോദ്യങ്ങൾക്കും, ഏത് പ്രശ്നത്തിനും വലിയകളുടെ അടുത്ത് മറുപടിയുണ്ട്, ഉത്തരമുണ്ട് എന്നാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എത്ര